നിങ്ങൾ OnePlus 13R എടുക്കാൻ പ്ലാൻ ഉണ്ടോ എന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. iQOO വില കുറഞ്ഞതോടെ പലർക്കും കൺഫ്യൂഷൻ ആയി തുടങ്ങി. OnePlus 13R എടുക്കണോ അതോ iQOO എടുക്കണോ എന്ന്. രണ്ട് ഫോണും ഈ പ്രൈസിന് അത്യാവശ്യം വർത്ത് തന്നെയാണ്. ആൻഡ് നിങ്ങളുടെ പ്രിഫറൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ യൂസ്, നിങ്ങളുടെ നീഡ് എന്താണോ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏതാണ് ബെറ്റർ എന്നുള്ളത്. രണ്ട് ഫോണും സ്നാപ്ഡ്രാഗൺ 8 Gen ചിപ്സെറ്റ് ആണുള്ളത്. പക്ഷേ ഗെയിമിംഗ് വരുമ്പോഴത്തേക്കും iQOO ഇസ് വെൽ ഒപ്റ്റിമൈസ്ഡ് ഫോർ ഗെയിമിംഗ്. പ്രൊസസർ നോക്കുവാണെങ്കിൽ OnePlus 13R പ്രൊസസറാണ് iQOO ബെറ്റർ. കാരണം ഓക്സിജൻ OS ഇസ് വേ ബെറ്റർ ദാൻ ഫണ്ടച്ച് OS. ഡിസ്പ്ലേ പറ്റി പറയുവാണെങ്കിൽ രണ്ടിനും LTPO AMOLED ഡിസ്പ്ലേ തന്നെയാണുള്ളത്. പക്ഷേ OnePlus 13R ഡോൾബി വിഷൻ മാത്രമല്ല 4500 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പൊടിക്ക് മുൻതൂക്കമുണ്ട്. ചാർജിങ്ങിൽ ബെറ്റർ iQOO തന്നെയാണ്, ബിക്കോസ് ഇറ്റ് ഹാസ് 120 watts ഓഫ് ഫ്ലാഷ് ചാർജിങ്. പക്ഷേ ബാറ്ററിയിൽ വരുമ്പോൾ OnePlus 13 ആണ് ബെറ്റർ. അതിന് 6000 mAh ഉണ്ട്. ക്യാമറ, ഫോട്ടോ, വീഡിയോ ഒക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് iQOO തന്നെയാണ് ബെറ്റർ. അതിന് അൾട്രാ വൈഡ് സെൻസർ ഉണ്ട്, ബെറ്റർ ടെലിസ്കോപ്പ്. സോ അവിടെ ഇപ്പം ക്യാമറ, ഫോട്ടോഗ്രാഫി ഒക്കെയാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ iQOO ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. iQOO. ഇങ്ങനെ രണ്ട് ഫോണിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ ഇതിൽ നിങ്ങൾ ഏത് ഫോണാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് കമന്റ് ഡൗൺ ബിലോ. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും തിരുത്താനോ ഉണ്ടെങ്കിൽ അതും കമന്റ് ഡൗൺ ബിലോ.